അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഭൂമിലോകത്തെ ഏറ്റവും ഖൈറായ ഏറ്റവും ഉത്തമമായ ദിവസമായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പവിത്രമായ ദിവസങ്ങളാണ് വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. എത്രത്തോളമെന്ന് വെച്ചാൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരിൽ ചിലർ അഭിപ്രായപ്പെട്ടതായി കാണാൻ കഴിയും. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലെ രാത്രികൾക്കാണ് ഏറ്റവും വലിയ ബഹുമാനവും ആദരവും മഹത്വവും ഉള്ളതെങ്കിൽ പകലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദുൽഹിജ്ജ മാസത്തിലെ 10 പകലുകൾക്കാണ് ഏറ്റവും പുണ്യമെന്ന് ഈ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും. അതിന് മാത്രം വലിയ പവറുള്ള വിശുദ്ധ റമളാൻ ഷരീഫിലെ രാവുകളെ അല്ലെങ്കിൽ പകലുകളൊക്കെ നാം എത്രമാത്രം ബഹുമാനത്തോടെ ആദരവോടെ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നാം അതിനെ ധന്യമാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ, അതുപോലെ ഈ വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെയും നോമ്പനുഷ്ഠിച്ചും ഖുർആനോദിയും തസ്ബീഹും തക്ബീറും തഹ്ലീലും ചൊല്ലിക്കൊണ്ടും ഈത്തിക്കാഫിരുന്നും ജമാഅത്തുകളൊന്നും മുടങ്ങാതെ അതിൽ കൃത്യമായി പങ്കെടുത്തും റവാത്തിബ് സുന്നത്തുകൾ അതുപോലുള്ള മറ്റു സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഇതിൻ്റെ പകലുകളെ പ്രത്യേകിച്ചും ഒരിക്കലും അനാവശ്യമായൊരു വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ നോട്ടത്തിലൊന്നും ഉപയോഗപ്പെടുത്താതെ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ വലിയ മഹത്വം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ നന്മയിലായി ഉപയോഗപ്പെടുത്താൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾ വലിയ ഭാഗ്യം ലഭിച്ചവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ദിവസങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു തആലാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിവസം, അവൻ അള്ളാഹുവിന് വേണ്ടി സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യൽ കൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പവിത്രമായ ഇബാദത്തായി അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിനേക്കാളും മഹത്തായ ദിവസങ്ങളാണോ പകലുകളാണോ വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ 10 പകലുകൾ? മുത്തുനബിയുടെ മറുപടി, അതേ, യുദ്ധത്തെക്കാളെല്ലാം അതിനേക്കാളും പുണ്യമുള്ള ദിവസങ്ങൾ തന്നെയാണ് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ. പക്ഷേ ഒരാൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം ശരീരവും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി പോയി, അങ്ങനെ ആ യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ട് ഷഹീദായി കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണ് വലിയ മഹത്വമുള്ളത്, പവിത്രതയുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ പറയപ്പെട്ട 10 ദിവസങ്ങൾ ചെയ്യുന്ന അമലുകൾക്കാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഈ നമ്മൾ നിലകൊള്ളുന്ന മഹത്തായ ദുൽഹിജ്ജ മാസത്തിലെ ഈ 10 പകലുകൾ പ്രത്യേകിച്ചും ധാരാളം നന്മകൾ ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചാൽ വലിയ പ്രതിഫലം അദ്ദേഹത്തിന് വാങ്ങിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ ഇഷ്ടം അവൻ സമ്പാദിച്ചെടുക്കാൻ സാധിക്കും. അതുവഴി നാളെ ആഖിറത്തിൽ വിജയിക്കാൻ അവനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എത്ര ചെറിയ അമലാണെങ്കിലും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതും ഏറ്റവും വലിയ ഇബാദത്താണ്. അതേ, നമ്മൾ സംഭവിച്ചു പോകുന്ന പാപങ്ങൾ നിന്നൊക്കെ ഈ മഹത്തായ മാസത്തിൻ്റെ പ്രത്യേകിച്ച് ഈ 10 ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്തുകൂടാ, അത് കണ്ടുകൂടാ, അത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൂടാ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളതും ഏറ്റവും പവിത്രമായ ഇബാദത്തായി ഗണിക്കപ്പെടുന്നുണ്ട്. അല്ലാഹു തആല മഹത്തായ 10 ദിവസങ്ങളെ പ്രത്യേകിച്ചും നന്മകൾ ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഇരുലോക വിജയികൾ അള്ളാഹു നമ്മെ കൂട്ടുകുടുംബത്തെയും ചേർത്ത് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.